ഈ എത്ര പറഞ്ഞാൽ ഇവരിങ്ങനെ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന എന്താ ചെയ്യാൻ പറ്റുന്നത്? അത് ഈ പറഞ്ഞ കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി 20 വർഷമായി എന്നൊക്കെ പറയുന്നെങ്കിലും എപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? വാസ്തവപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? വാസ്തു വിദഗ്ധനെ വിളിച്ചാലോ? ഹായ്, നമസ്കാരം. വാസ്തവത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ് പലപ്പോഴും. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കോമൺ മാൻസ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും, ദാമ്പത്യ നില തന്നെ ഒരു അല്ലാത്ത അവസ്ഥയിലാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞ ഒരുപാട് കേസുകളുണ്ട്. അപ്പം നമുക്കറിയാം, ഈ കുടുംബ കോടതിയിലൊക്കെ കേസുകൾ കൂടി വരുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ വാസ്തുപരമായിട്ട് പരിഹാരമുണ്ടോ എന്ന് വെച്ചാൽ, വാസ്തുപരമായിട്ട് ചില വാസ്തു പ്രിൻസിപ്പിൾസ് ലംഘിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയും. കാര്യം ബെഡ്റൂമിൻ്റെ പൊസിഷൻ എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലൊരു പൊസിഷൻ അറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് സൗത്ത് വെസ്റ്റ് ആണ് ഏറ്റവും നല്ല പൊസിഷൻ. റിലേഷൻഷിപ്പിൻ്റെ സെൻറ്ററാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സൗത്ത് വെസ്റ്റിൽ ബെഡ്റൂം വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി സൗത്ത് വെസ്റ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റിലേക്ക് വയ്ക്കാം. പക്ഷേ സൗത്ത് വെസ്റ്റിൽ തന്നെ കഴിയുന്നത് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ബെഡ്റൂമിൻ്റെ ബെഡ് പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെഡ് പൊസിഷൻ നമ്മളെപ്പോഴും തെക്കോട്ട് ഫേസ് ചെയ്യുന്ന, കട്ടിൽ തല വയ്ക്കുന്ന രീതിയിലുള്ള ബെഡ് പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ചില കാര്യങ്ങൾ ബെഡ്റൂമിൽ വയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റിൽ ബെഡ്റൂമിൽ പോയി ദമ്പതികൾ കിടന്നാൽ ഒരു മാനസിക ചേർച്ച ഉണ്ടാവില്ല. കാര്യം ഒപ്പീനിയൻസ് രണ്ടുപേർക്കും ഒരുപാട് ഒപ്പീനിയൻസ് ആയിരിക്കും. ഒരു ചേർച്ച ഉണ്ടാവാൻ പെട്ടെന്ന് കലഹങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും ഈ ചേർച്ച കുറച്ച് കുറയും. പക്ഷേ സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ അടി സൂപ്പറായിട്ട് അടിയോട് അടി ഒരു എന്നും കലഹമായിരിക്കും. അപ്പോൾ അതിലും സൗത്ത് ഈസ്റ്റ് ഒഴിവാക്കുക, നോർത്ത് ഈസ്റ്റ് ഒഴിവാക്കുക, സൗത്ത് വെസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. പറ്റിയില്ലെങ്കിൽ നോർത്ത് വെസ്റ്റിലേക്ക് പോവുക. ഇതാണ് ബെഡ്റൂമിൻ്റെ ഒരു അലൈൻമെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ചില വസ്തുക്കൾ ബെഡ്റൂമിൽ വയ്ക്കരുത്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ പൂക്കൾ, ഈ പ്ലാസ്റ്റിക് പൂക്കൾ പോലുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും ബെഡ്റൂമിൽ വയ്ക്കരുത്. പ്ലാസ്റ്റിക് പൂക്കൾ, പിന്നെ അതുപോലെ തന്നെ കുപ്പിയൊന്നും ഒരിക്കലും ബെഡ്റൂമിൽ വയ്ക്കരുത്. കഴിയുന്നതും ബെഡ്റൂമിൽ നിന്ന് ഈ കുപ്പികളൊക്കെ ഒഴിവാക്കുക. വെള്ളം വയ്ക്കുമ്പോൾ കുപ്പിയിൽ കൊണ്ട് വയ്ക്കുക. അത് കുപ്പികൾ കഴിയുന്നത് ഒഴിവാക്കുക. പഴയ ഉപകരണങ്ങൾ ബെഡ്റൂമിൽ വയ്ക്കരുത്. പിന്നെ ജലത്തിൻ്റെയോ കടലിൻ്റെയോ പടം ഒരു കാരണവശാലും ബെഡ്റൂമിൽ വയ്ക്കരുത്. പിന്നെ കത്തിക്കാത്ത വിളക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിക്കലും കൊണ്ട് ബെഡ്റൂമിൽ വയ്ക്കാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ല മൊമെൻറ്റ്സിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കന്നിമൂല ഭാഗത്തുള്ള ആ ഒരു ചെവരിൽ വെച്ച് കഴിഞ്ഞാൽ ബന്ധം നല്ല സ്റ്റേബിളാകും. നിങ്ങൾ ശ്രമിച്ച് നോക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.